കൃപയും സത്യവും ഒരുപോലെ ആവഹിക്കപ്പെടാൻ മഹത്വത്തിന്റെ സ്വർഗീയ പാത്രമായി എന്നെ ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. വീണ്ടും പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലെ മനസ്സ് നീറി നെഞ്ചു പൊടിഞ്ഞ് വിവിധങ്ങളായ മനഭാരങ്ങളോടെ നിൽക്കുന്ന ഓരോ മക്കളെയും നിന്റെ തിരുമുറിവാർന്ന മരിച്ചുയർത്തെഴുന്നേറ്റ മഹത്വപൂർണമായ വലതുകരത്താൽ സ്പർശിക്കണമേ. എക്കാലങ്ങളിലും ഓൺലൈനിലെ ആരാധന കൂടുമ്പോഴ് കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവരുടെ മേൽ ചൊരിയട്ടെ. എല്ലാവരും കർത്താവിന്റെ സാക്ഷികളായി സ്വർഗ്ഗത്തിന്റെ അടയാളങ്ങൾ സംവഹിക്കാൻ സൗഖ്യമായി വിടുതലായി അഭിഷേകം നൽകണമേ. കർത്താവായ ദൈവമേ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, വീടില്ലാത്തവരെ, ജോലി സംബന്ധമായ എല്ലാ പരിശ്രമങ്ങളും തകർന്നു പോകുന്നവരെ, ഒരു വരുമാനമില്ലാത്തവരെ, എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് കുഴങ്ങുന്നവരെ, അവരുടെ മേലെല്ലാം സങ്കീർത്തനം 32:8 പ്രാർത്ഥിക്കുന്നു. നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്ന് കർത്താവേ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് വെളിപ്പെടുത്തിയ കർത്താവേ, എല്ലാ മക്കളും ഒരുമിച്ച് മനക്കുഴക്കത്തോടെ ജീവിതം ഇരുട്ടിൽ തപ്പുന്നവരെ നിന്റെ പ്രകാശം സങ്കീർത്തനം 119 പ്രാർത്ഥിക്കുന്ന പാതയ്ക്ക് വിളക്കും പാദത്തിന് പ്രകാശവുമായ വചനത്താൽ ഞങ്ങൾക്ക് പ്രത്യേക വെളിച്ചം നൽകണമേ, ആശ്വാസം നൽകണമേ, ധൈര്യം നൽകണമേ, അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷ്യ വിചാരത്തിനായി നമ്മളിന്ന് ഉടമ്പടി ധ്യാനത്തിലെടുക്കുന്നത് ഒരു മാതൃകാ സാക്ഷ്യം എന്ന് പറയുന്നത് കൃപാറോയിയുടെ സാക്ഷ്യമാണ്. കൃപാറോയി ഒരു BSc കംപ്ലീറ്റ് ചെയ്ത ഒരു നേഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അവർക്കൊരു 22 വയസ്സുണ്ട്. പക്ഷെ അവരുടെ സാക്ഷ്യം ഇട്ടതിന് ശേഷം പെട്ടെന്നത് 88,000 അതിൻ്റെ വ്യൂവേഴ്സ് കൂടി. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൻ്റെ ചില സാക്ഷ്യങ്ങൾ എങ്ങനെ ഇട്ടാലും ഒരു 20,000 അപ്പുറത്ത് പോകത്തില്ല. പക്ഷെ ഇത് പെട്ടെന്നാണ് ഈ സാക്ഷ്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു സത്യമുള്ളത് കൊണ്ടാണ്. നമ്മളെപ്പോഴും നമുക്കറിയാമല്ലോ, ഉടമ്പടിയുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഉടമ്പടി
രണ്ട് കാര്യങ്ങൾ കൂടുമ്പോഴാണ് നമുക്ക് ഈ മഹത്വം ഉണ്ടാകുന്നത്. നമുക്ക് ഈ ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്ന സോക്കോൾഡ് ബ്ലെസ്സിങ്സ് അത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ്. പക്ഷേ അത് സ്പീഡപ്പ് ആകണത്. ഇപ്പോൾ ഫിസിക്കാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരാത്മകത, ജഡത്വം, അതിൻ്റെ അകത്ത് ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, മക്കളുണ്ട്, പ്രൊമോഷനുണ്ട്, PR ഉണ്ട്, അതെല്ലാം പല കാര്യങ്ങൾ കൊണ്ടാണ് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിന് നമുക്ക് ബ്ലെസ്സിങ്സാണ് വേണ്ടത്. ഈ ബ്ലെസ്സിങ് തന്നെ നമുക്ക് ലഭിക്കുന്നതിന് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. ഉടമ്പടിയുടെ ഫോർമുല അതാണ്. ബ്ലെസ്സിങ്സ് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് സ്പീഡപ്പ് ചെയ്യണത്, അതിൻ്റെ അനുധാരികൾ എന്താണ്, അതാണ് ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മൾ അന്വേഷിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ഉടമ്പടി ധ്യാനത്തിലൂടെ ആരാധനയിലൂടെ അങ്ങയെ അടുത്തനുഭവിക്കാൻ കർത്താവിന്റെ വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ കൃപയും സത്യവും നിറഞ്ഞ പിതാവിന്റെ ഏകജാതനെ അടുത്ത മഹത്വത്താൽ ഉടമ്പടി വഴി ഞങ്ങളെയും അങ്ങ് മഹത്വപ്പെടുത്തണമേ. അതിനായി സ്വർഗത്തിന്റെ പാഠങ്ങൾ ഞങ്ങളെയും പഠിപ്പിക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ഈശോയെ ഞങ്ങൾക്ക് ലോകത്തിന് നൽകിയതുപോലെ കാലങ്ങളിലെ മരിയൻ മിഷനായി യേശുവിനെ സ്വീകരിക്കാനും യേശുവിനെ ലോകത്തിന് കൊടുക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടി അമ്മേ, ദേവമാതാവേ, വാസനം മാതാവേ, ഈ ആരാധനയിലെ മാധ്യസ്ഥം വഹിക്കണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപയുടെ സാക്ഷ്യത്തിൻ്റെ ഫസ്റ്റ് ഭാഗം ഇതാണ്. അവൾ കേരളത്തിലെ നല്ല ഒരു ട്രെയിനിങ് കോളേജിലാണ് പഠിച്ചത്, OITക്കൊക്കെ പഠിച്ചതേ. പക്ഷേ അത് എല്ലാം C+ ആയിപ്പോയി. അപ്പം നമ്മൾ വരുന്ന വഴികൾ എപ്പോഴും ഇതുപോലെയുള്ള ചില അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പം നിങ്ങൾ ഡൗണായി പോകരുത്. നമ്മൾ ഡൗണായി പോകുന്ന സാഹചര്യങ്ങളും സത്യത്തോടെ ദൈവത്തിൻ്റെ കൈകളിൽ പിടിക്കാനാണ്. നമ്മളെല്ലാവരും കൈകളിൽ പിടിക്കുന്നവരാണ്. പിടിച്ചിരുന്നത് സത്യമില്ല, നുണമുണ്ടാകും കുറേ. അത് ബൈബിൾ അത് അംഗീകരിക്കണില്ല. അതാണ് പ്രശ്നം. നീ എപ്പോഴും നോക്കേണ്ടത് നിൻ്റെ ദൈവത്തിലുള്ള റിലയൻസ്, ആശ്രയം സത്യമാണോ എന്ന് നോക്കണം. അതെപ്പോഴും ഭയങ്കര കാര്യം. നമ്മൾ ബൈബിളിൽ തന്നെ ഫിഡലിറ്റി എന്നൊക്കെ പറയും. ഫിഡലിറ്റി സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ ബൈബിളിൽ ഉടമ്പടിയിൽ നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്നത് ഫെയ്ത്ത് അല്ല, ഫിഡലിറ്റിയാണ്. വിശ്വാസമല്ല, വിശ്വസ്തതയാണ്, അല്ലേ? പക്ഷേ വിശ്വസ്തത പോലും നമ്മുടെ സം ടോട്ടാലിറ്റി നമ്മുടെ അതിൻ്റെ ആധ്യാത്മികതയുടെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ കൃപ ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത് സത്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃപ റോയി എന്താ ചെയ്യണത്? അടുത്തത്, അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ഇവിടെ ഹോസ്റ്റലിൽ. അപ്പോൾ ഇവർ എല്ലാം C+ മേടിച്ച് തൊപ്പി വിട്ടൊക്കെ ഇരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കൃപ റോയി ഈ കുഞ്ഞിനോട് പറയും, നീ കൃപാസനം ചെല്ലേ, അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുക്കാൻ പറയും. അപ്പോൾ നമുക്കറിയില്ല, ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ബയലാട്രൽ എഗ്രിമെൻ്റാണ്, അല്ലേ? നമ്മൾ സാധാരണ സിംഗിൾ എഡ്ജ് പ്രെയർ അതിൻ്റെ റിസർട്ടേഷൻ അതിൻ്റെ മെക്കാനിസത്തിൽ നിന്ന് ആ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ നേരെ ചേഞ്ച് ചെയ്യുകയാണ്. കാര്യം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സിംഗിൾ എഡ്ജാണ് ഉള്ളത്. അത് എന്താണത് ഗ്യാരണ്ടി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ഗ്യാരണ്ടി ചെയ്യണില്ല.
നമ്മൾ ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി അതിൻ്റെ തൊണ്ണി ഇൻവെസ്റ്റ് ചെയ്യണില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള ഒരു കേവല വിശ്വാസത്തിലാണ്. നമ്മളതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ സത്യമായി നമ്മൾ വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തിന് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ അതിനകത്ത് നിക്ഷേപിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. സത്യമാണത്. അപ്പോൾ കൃപാരോഹി വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ഈ പരീക്ഷ തന്നെ വീണ്ടും എഴുതുമ്പോൾ ഈ 4 C+ എന്നുള്ളത് ചേഞ്ച് ചെയ്യും. 2 C+ ആയിട്ടത് വ്യത്യാസപ്പെടും. ബാക്കിയെല്ലാം BA വരും. കുറച്ച് ഗ്രോത്ത് ഉണ്ട്. ഒരു 50% ഗ്രോത്ത് വരും ഉടമ്പടി എടുക്കുമ്പോൾ. പലർക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫേസിൽ, ഉടമ്പടിയുടെ ഫസ്റ്റ് ഫേസിൽ സാധാരണ നിലവാരത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു റിസൾട്ട് നമുക്ക് വരുന്നുണ്ട്. അതെല്ലാം എന്ത് വിഷയമായാലും പഠനത്തിൻ്റെ തന്നെയല്ല, ജീവിതത്തിൻ്റെ ആയാലും, കേസിൻ്റെ ആയാലും, മക്കളില്ലാത്ത അവസ്ഥയായാലും, വിവാഹം ഒത്തുവരാത്ത അവസ്ഥയായാലും, ഇപ്പോൾ സ്ഥലം വിൽക്കണ വിഷയമായാലും, ആധ്യാത്മിക ജീവിതമായാലും ഒരു 10% ഹൈക്ക് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു 20% ഹൈക്ക് കിട്ടും. അപ്പോൾ ചില ആൾക്കാരെന്ന് വെച്ചാൽ പിന്നെ ഞാൻ വർക്ക് ചെയ്യണം, പിന്നെ ഉടമ്പടി സെക്കൻഡ് ഫേസിൽ വർക്ക് ചെയ്യണത്. അതുപോലെ ആ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ഉടമ്പടിയെക്കുറിച്ച് എഡ്യൂക്കേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ ആ പഴയതുപോലെ തന്നെ ചെയ്യും. പക്ഷേ കൃപാരോഹി ഭയങ്കര ഷ്രൂഡ് ആൻഡ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റാണ്. അവൾക്ക് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് C+ കുറഞ്ഞു പക്ഷേ എല്ലാം B ആകാഞ്ഞത് എന്താണ്? അപ്പോൾ ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇൻട്രോസ്പെക്ഷനായി. എല്ലാവരും ഉടമ്പടി എപ്പോഴും നമ്മൾക്ക് ഇൻട്രോസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും നമുക്ക് ആന്തരിക വിചാരണ, നിരീക്ഷണമല്ല, ആന്തരിക വിചാരണ നടത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ഉടമ്പടി പക്കയായിട്ടാണോ അത് എക്സിക്യൂട്ട് ചെയ്യണത്? കാര്യം ദൈവത്തിൻ്റെ സ്ഥാനത്തു നിന്നുള്ള പ്രത്യേകത, ദൈവത്തിന് ഒറ്റ വാക്യമുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് ഒറ്റ വാക്കായിരിക്കും, അത് സത്യമായ വാക്കായിരിക്കും. ഇപ്പം 22:6 ഇല്ലേ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 22:6, റൈറ്റ് ഡൗൺ ദിസ് വേർഡ് ഈസ് ട്രസ്റ്റ് വർത്തി. നിങ്ങൾ എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും. റീഡ് ഇറ്റ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. വെളിപാട് 22:6. അവൻ എന്നോട് പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. അതായത് വചനം എന്ന് പറയാൻ നമുക്കറിയാം വാക്കാണ്. അത് കേവലമായ വാക്കുകളൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. വാക്കുകളെല്ലാം വാഗ്ദാനങ്ങളാണ്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവം എന്താ വെച്ചിരിക്കണത്? ദാനം വെച്ചിട്ടുണ്ട്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഈ ദാനമാണ് നമുക്ക് പ്രയോജനപ്പെടേണ്ടത്. വാക്ക് ഒരു കവറേജാണ്, അതിൻ്റെ ഒരു പൊതിച്ചിലാണ്, ശബ്ദം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. ഈ ശബ്ദത്തിൻ്റെ ഉള്ളിൽ ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ, അനുദിന ജീവിതത്തിൻ്റെയും വരാൻ പോകുന്ന നിത്യജീവിതത്തിൻ്റെയും സ്വർഗീയ ദാനങ്ങൾ വാക്കിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ വാഗ്ദാനം നമ്മളെന്താ ചെയ്യണത്? വാഗ്ദാനം പ്രാപിക്കുകയാണ് ചെയ്യണത്, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? എന്താ പറഞ്ഞത്? ഒന്ന് പ്രാർത്ഥിച്ച ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് അല്ലേ? സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കൈയിടിച്ച് കർത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വാക്കുകളെല്ലാം വായിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഇതിനകത്തുള്ള ദാനങ്ങൾ പ്രയോജനപ്പെടുത്തണം. മനസ്സിലായില്ലേ? ഇപ്പം ഉടമ്പടിയിൽ 1/2 മണിക്കൂർ വചനം വായിക്കണ്ടേ? അപ്പോൾ എന്തിനാ വചനം വായിക്കണത്? ആ വാക്കിൻ്റെ ഉള്ളിലെല്ലാം ദാനങ്ങളുണ്ട്. അതിലെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതാണത്. എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ?
ഹെബ്രായർ 4:2 എന്താണ് പറഞ്ഞ്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്തെന്നാൽ അവരതിലെ വിശ്വസിച്ചില്ല. അപ്പോഴേ വചനങ്ങളെല്ലാം പ്രയോജനപ്പെടാനുള്ളതാണ്. പക്ഷെ എപ്പോഴാണ് പ്രയോജനപ്പെടുന്നത്? നമ്മൾ എപ്പോഴാണ് അതിൽ വിശ്വസിക്കുന്നത്. പക്ഷേ വിശ്വസിക്കുമ്പോൾ എപ്പോഴും ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഈ ചുണ്ട് കൊണ്ട് ചൊല്ലിയാൽ വിശ്വാസത്തിൻ്റെ ഫുൾ സ്വിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഹെബ്രായർ 4:2 എന്താ പറയണത് എന്ന് പറഞ്ഞ്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരതിൽ വിശ്വസിച്ചില്ല. അപ്പം ദൈവം എപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് എപ്പോഴും ഒരു ഇൻട്രോഗേറ്റീവ് മോഡിലായിരിക്കും. നീ വിശ്വസിച്ചിട്ടുണ്ടോ? കാര്യം അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിഷയം, ദൈവമേ സത്യമായി ഞാനത് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയണം. പക്ഷെ പറഞ്ഞാൽ ദൈവം ഏക്കത്തില്ല. അതാണ് കുഴപ്പം. സത്യമായി ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ജ്ഞാനസാനമൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ജ്ഞാനസാനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, നമ്മൾ വിശ്വാസം പറയുന്നു അല്ലേ? പറയുന്നു. പക്ഷെ പറയുമ്പോഴുണ്ടാകുന്നൊരു പ്രോബ്ലം, അതിൻ്റെ ഒരു പ്രൈമറി ഘട്ടം മാത്രമാണ്. എന്താ കാര്യം? നമ്മൾ ജ്ഞാനസ്ഥാനത്തിലൂടെ വിശ്വാസം പറഞ്ഞാലും ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളതിനെക്കുറിച്ച് അറിയുമ്പോഴേ, മച്ചുവറാകുമ്പോഴേ നമ്മളത് പ്രാവർത്തികമാക്കുമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. പ്രാവർത്തികമാക്കിക്കൊള്ളാം എന്ന് നമ്മൾ ജാമ്യത്തിലാണ് നമുക്ക് ജ്ഞാനസ്ഥാനത്തിലൂടെ രക്ഷയുടെ കവാടം തുറന്നു തന്നിരിക്കുന്നത്. മനസ്സിലായ? കാരണം വിശ്വാസത്തിന് പറച്ചിൽ കൊണ്ട്, ഇപ്പം നീ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. അത് പറച്ചിലല്ലേ? നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അത് പറച്ചിലല്ലേ? അത് നിനക്ക് വേണ്ടി നിൻ്റെ മാതാപിതാക്കന്മാർ കുഞ്ഞുനാളിൽ അത് ഏറ്റുപറയുന്നു. പക്ഷേ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വചനം പ്രയോജനപ്പെടുന്നത് നമ്മളത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്. പറയുന്ന ഓരോ വചനങ്ങളും നടപ്പിലാക്കുമ്പോഴാണ് അത് നമുക്ക് പ്രയോജനപ്പെടുന്നത്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കണ്ടൻറ്റ് പ്രവർത്തിക്കുകയാണ്, പറച്ചിലിനല്ല. ഇവിടെയാണ് ഉടമ്പടി ലിഫ്റ്റ് ചെയ്യാൻ കാരണം. ഉടമ്പടി ഇത്ര പെട്ടെന്ന് 10,000 സാക്ഷ്യം പറഞ്ഞത് എന്തുകൊണ്ടാണ്? 10,000 സാക്ഷ്യങ്ങൾ. ഈ ട്രോള് എന്തുമാത്രം ഉള്ളത്? വല്ലതും നടക്കുമോ? ഒന്നും നടക്കത്തില്ല. കാര്യം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. കാര്യം കൃപാസനത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആധ്യാത്മിക അനുഭവമാണ്. അല്ലാതെ ആശയപരമായിട്ടുള്ള ഒരു വിഷയമല്ല. ദൈവത്തെ ഇതിലൂടെ അനുഭവിച്ചവർ ലക്ഷക്കണക്കിന് മനുഷ്യരുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടൊരു കഥയുമില്ല. എന്താണ്? ഇന്നെവിറ്റബിൾ ഡിഫിറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയോളജിയൊക്കെ എല്ലാം യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഇങ്ങനെ വിറങ്ങലിച്ച് നിന്ന് പരാജയപ്പെടും. എന്താ കാര്യം? അതാണ് അനുഭവം ജനങ്ങളുടെ. കാര്യം അനുഭവം എവിടുന്ന് വന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള സത്യാവസ്ഥയിലുള്ള സത്യസന്ധമായ സമർപ്പണത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് അനുഭവം ഉണ്ടാകുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ആസ്ഥാനത്തിലൂടെ നീ അറിയാതെയോ മുതിർന്നപ്പോൾ പെസഹ സന്ധ്യയിൽ നീ അറിഞ്ഞോ ദൈവതിരുസന്നിധിയിൽ കൊടുത്ത വ്രത നവീകരണങ്ങളുണ്ട്, വ്രതവാഗ്ദാനങ്ങളുണ്ട്, ജ്ഞാനസ്ഥാന വാഗ്ദാന നവീകരണങ്ങളുണ്ട്. അതിൻ്റെ സത്യസന്ധതയിലെ ഒരു റിസപ്റ്റീവ് മോഡലിൽ നിന്ന്, അതായത് നമ്മളത് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് അത് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നിനക്ക് ഉടമ്പടി അവസരങ്ങൾ നൽകുന്നത്. അതുകൊണ്ടാണ് ദൈവം ഇതിനെ മാനിക്കണത്. ദൈവം ഉടമ്പടിയെ മാനിക്കണതുകൊണ്ടാണല്ലോ നമുക്ക് സാക്ഷ്യം വരണത്. മാനിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം സത്യസന്ധമായി. ഇപ്പം സത്യസന്ധമായി എന്ന് പറയാൻ കാര്യം എന്താണ്? ഇപ്പം യാക്കോബിൻ്റെ ലേഖനം 2:17 വായിച്ച് ശ്രുതികടെ ഹല്ലേലൂയ. 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പറഞ്ഞേ യാക്കോബ് 2:17 എന്താ പറയണത്? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം
അതിൽ തന്നെ നിർജീവമാണ്. അപ്പൊ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നിർജീവമായിട്ടിരിക്കേ ഉള്ളൂ. കർത്താവ് നിങ്ങളെ ചൊല്ലിക്കൊണ്ട് നിർജീവമാക്കാൻ വേണ്ടി വിളിച്ചതല്ല. ഈശോ എന്തിനാ യോഹന്നാൻ 10:10 എന്താ പറയണത്? ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞേ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. കൈയടിച്ച് കർത്താവ്